ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും സ്പോഞ്ചി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 100% ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൽ നമ്മൾ മൈദയോ ഷുഗറോ അല്ല ആഡ് ചെയ്യുന്നത്, പകരം ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കിയ ഒരു കേക്കാണെന്ന് കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കണം. നാരങ്ങാനീര് അല്ലെങ്കിൽ 2 ടീസ്പൂൺ വിനേഗർ ചേർത്താലും മതി. ഞാനിപ്പോൾ നാരങ്ങാനീര് ചേർക്കുന്നു എന്നേ ഉള്ളൂ. നാരങ്ങാനീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആശീർവാദിൻ്റെ ആട്ട ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ആട്ടയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ശർക്കര 1.25 കപ്പ്, അത് ആട്ട എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഈ ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലത്ര അഴുക്കില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ശർക്കര അഴുക്കുള്ളതാണെങ്കിൽ 2-3 ചെറിയ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ചെടുത്ത് ആറിയ ശേഷം ഉപയോഗിച്ചാൽ മതി. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഏത് കേക്കാണെങ്കിലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. എഗ്ഗ് 4, 1/2 ടീസ്പൂൺ വാനില എസൻസ്. കേക്കിലും ഡെക്കറേഷനായിട്ട് മുകളിൽ ചേർക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ട് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി. കുറച്ച് വെളുത്ത എള്ളും കൂടി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 1.5 കപ്പ് ആട്ട, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 3 തവണ അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്താതെ കുറച്ച് സൈഡിൽ കേക്ക് പൊങ്ങിയും കുറച്ച് സൈഡിൽ കേക്ക് താന്നും ഒക്കെ ബേക്കായി കഴിയുമ്പോൾ ഇരിക്കും. അതുകൊണ്ടാണ് ഒന്നെങ്കിലും 3 തവണ അരിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ 1 തവണ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്നും പറയുന്നത്. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്, 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ വാനില എസൻസ് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേക്കിന് മുട്ടയുടെ സ്മെല്ലോ മുട്ടയുടെ ടേസ്റ്റോ ഒന്നും അറിയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം. ഇനി ഇലക്ട്രിക് ബീറ്ററും വിസ്കും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കഴിഞ്ഞ കേക്കിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മിക്സിയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതേപോലെ ചെയ്താലും മതി. ആ കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എഗ്ഗ് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ അലിഞ്ഞ് എഗ്ഗ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ കുറച്ച് കുറച്ചായി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ പാലിൽ നാരങ്ങാനീര് ചേർത്ത് വെച്ചില്ലേ, അതിപ്പം ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. അത് കുറച്ചായി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡിൽ മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റ് ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂനട്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അത് കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും ട്യൂട്ടി ഫ്രൂട്ടിയും വെളുത്ത എള്ളും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. മാവ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓവൻ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവനിലല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും സോസ് പാനിലും ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് നൈഫ് വെച്ച് ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ കേക്കിൻ്റെ ഉൾവശം വെന്തില്ല, മാവ് ഒട്ടി പിടിക്കുന്നുണ്ട്. പക്ഷേ മുകൾ ഭാഗം നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കേക്കിൻ്റെ ഉൾവശം പിന്നെയും വേകാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ ഉൾവശം വേകുന്നതിനോടൊപ്പം തന്നെ മുകൾ ഭാഗം കരിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ എടുത്ത് മുകളിൽ ഒന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഓവനിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലൂമിനിയം ഫോയിൽ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ മാവ് ഒട്ടി പിടിക്കുന്നില്ല, നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂട് പോകാനായിട്ട് വെക്കാം. ഇത് ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട്. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് പോകാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഞാനിപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറി എടുത്ത് നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ ഹെൽത്തിയും ആണല്ലോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.